നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. റേഷൻ കടകൾ വീണ്ടും അടഞ്ഞുകിടക്കും. പാവങ്ങൾക്ക് ഇനി പട്ടിണിയുടെ 4 നാളുകൾ. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാർ ഇവിടെയില്ല. പാവപ്പെട്ടവർക്കും സാധാരണ ജനങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കൾ കൃത്യമായി ലഭ്യമാക്കുന്നതിനു വേണ്ടി സ്വാതന്ത്ര്യത്തിന് ശേഷം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ് റേഷൻ കടകൾ. പൊതുവിപണിയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില എത്ര വർദ്ധിച്ചാലും റേഷൻ വസ്തുക്കൾ നിയന്ത്രിത വിലയ്ക്ക് പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് റേഷൻ സംവിധാനം വഴി സർക്കാർ നടപ്പിലാക്കുന്നത്. നിർഭാഗ്യവശാൽ കുറച്ചു കാലമായി കേരളത്തിലെ റേഷൻ കടകളുടെ നടത്തിപ്പും സാധനങ്ങളുടെ വിതരണവും പതിവായി തകരാറിലാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നു മുതൽ 4 ദിവസം കേരളത്തിലെ റേഷൻ കടകൾ അടച്ചുപൂട്ടി കിടക്കുന്ന സ്ഥിതി വരികയാണ്. ശനിയാഴ്ച കണക്കെടുപ്പിന്റെ പേരിൽ മുടക്കം, ഞായറാഴ്ച അവധി ദിവസം. എന്നാൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ റേഷൻ വ്യാപാരികൾ സമരം നടത്തുന്നത് വഴി റേഷൻ കടകൾ അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയുണ്ട്. പൊതുജനങ്ങൾ എന്ന പട്ടികയിൽപ്പെടുന്ന കുറച്ച് ശതമാനം ആൾക്കാർക്ക് ഇതൊന്നും ബാധകമേ അല്ല. എന്നാൽ BPL കാർഡിൽ ഉൾപ്പെട്ടവർ അടങ്ങുന്ന പാവപ്പെട്ടവരും സാധാരണക്കാരും ഈ നീണ്ട ദിവസങ്ങളിലെ മുടക്കം നിമിത്തം വലിയ ദുരിതത്തിലാകും. റേഷൻ കട ഉടമകൾ എന്നും പരാതിയിലാണ്. മാന്യമായ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് മുഖ്യ കാരണം. ഇതിന് പുറമെയാണ് പലതരത്തിലുള്ള ആധുനികവൽക്കരണത്തിന്റെ നടപടികളുടെ പേരിൽ റേഷൻ കട ഉടമകൾ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ റേഷൻ കടകളിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടകളിൽ പോസ്റ്റ് മെഷീൻ ഉപയോഗിച്ചാണ് കാർഡ് ഉടമകൾക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. മാസത്തിൽ 1-2 ദിവസമെങ്കിലും ഈ സംവിധാനം തകരാറിലെത്തുന്ന സ്ഥിതി തുടങ്ങിയിട്ട് കാലം ഏറെയായി. കേരളത്തിലെ 14,000-ത്തിലധികം റേഷൻ കടകളാണ് വരുന്ന 4 ദിവസങ്ങളിൽ അടഞ്ഞുകിടക്കുക. റേഷൻ കട ഉടമകളുടെ വേതനം പരിഷ്കരിക്കുക, മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക, കമ്മീഷൻ ഇനത്തിൽ കുടിശ്ശികയുള്ള തുക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കട ഉടമകൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കടയടച്ച് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ റേഷൻ കട ഉടമകൾക്ക് പല പാർട്ടികളുടെ കീഴിലുള്ള പല സംഘടനകളുമുണ്ട്. ഈ സംഘടനകളെല്ലാം ചേർന്നുകൊണ്ടാണ് 2 ദിവസങ്ങളിലെ സമരം പ്രഖ്യാപിച്ചത്. സമര പ്രഖ്യാപനം പുറത്തു വന്ന ശേഷം ഭക്ഷ്യവകുപ്പ് മന്ത്രി അനിൽകുമാറും ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലും സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഇതിനെ തുടർന്നാണ് കട ഉടമകൾ സമരവുമായി മുന്നോട്ട് നീങ്ങുന്നത്. റേഷൻ സമ്പ്രദായം എന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം ഒരു കാരണവശാലും തടസ്സപ്പെടാൻ പാടില്ല എന്നാണ് നിയമം. എന്നാൽ കേരളത്തിൽ റേഷൻ സംവിധാനത്തിന്റെ നടത്തിപ്പ് പൂർണ്ണമായും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. റേഷൻ കട ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളും അവരുടെ പരാതികളും അടിയന്തരമായി പരിഹരിക്കുന്നതിന് ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കട ഉടമകൾ അല്ലെങ്കിൽ അവരുടെ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ വഴിപാട് കണക്കെയാണ് ഒരു ചർച്ചയ്ക്ക് ഭക്ഷ്യവകുപ്പ് മന്ത്രി രംഗത്ത് വരുന്നത്. ഇത് പലപ്പോഴും ഗുണകരമായി അവസാനിക്കാറുമില്ല. കട ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല ഡിമാൻഡുകളും സാമ്പത്തികമായ കാര്യത്തിലായിരിക്കും. അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളും മറ്റും കൃത്യമായി സർക്കാരിന് നൽകാൻ കഴിയാതെ വരുമ്പോഴാണ് റേഷൻ വ്യാപാരികൾ സമരത്തിന്റെ പാതയിലേക്ക് പോവുക. റേഷൻ സംവിധാനത്തിന്റെ പരിമിതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കാലങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയുടെ കീഴിൽ മാവേലി സ്റ്റോറുകളും മറ്റ് ന്യായവില ഷോപ്പുകളും തുടങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സംവിധാനങ്ങളും പൂർണ്ണമായും തകർന്നു കിടക്കുന്നു എന്നതാണ് വാസ്തവം. മാവേലി സ്റ്റോറുകളിലെ ഷെൽഫുകൾ ഭക്ഷ്യവസ്തുക്കളും മറ്റും ഇല്ലാത്തതുമൂലം കാലിയായി കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി. പലതരത്തിലുള്ള പരാതികളും മറ്റും ഈ വിഷയത്തിൽ മാധ്യമങ്ങളിൽ തുടർച്ചയായി വന്നിട്ട് പോലും ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുവാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നത് ഖേദകരമായ കാര്യമാണ്. 2 മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ ആഘോഷങ്ങളുടെ ഓണക്കാലം എത്തുകയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ആഘോഷമാണ് ഓണം. സമൃദ്ധിയുടെ ആഘോഷമായ ഓണക്കാലത്ത് പട്ടിണി കിടക്കാതെ ഭക്ഷണം കഴിച്ച് ഓണം ആഘോഷിക്കുവാനുള്ള അവസരം ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ തന്നെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തി അടച്ചുപൂട്ടി കിടക്കുന്നതും ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാതെ കാലിയായി കിടക്കുന്നതുമായ സർക്കാർ സംവിധാനത്തിലെ എല്ലാ വിതരണ ശൃംഖലകളും സുഗമമായി പ്രവർത്തിക്കുന്നതിന് അവസരം ഉണ്ടാക്കുന്നത് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം.